ഏട്ടാ ഏട്ടാ ഉം. ചായ കൊണ്ടുവന്നിട്ടുണ്ട്, എഴുന്നേറ്റ് കുടിക്കേ. ഹലോ എടാളിയെ, ആ പറയ് രഘു. എടാ നാളെ ഞാൻ നിന്റെ നാട്ടിലേക്ക് വരുന്നുണ്ട്. ആണോ? അതേടാ, ഒരു ചെറിയ പണിയുണ്ട്. ഡാ സൂപ്പറാടാ. അതാ നാളേക്ക് വരാന്ന് വിചാരിച്ചു. എപ്പോ? നാളെ വരുന്നേ? അതേടാ, അവിടെ വന്ന് 2 ദിവസം നിന്റെ വീട്ടിൽ തങ്ങാന്ന് വിചാരിക്കുന്നു. നിനക്ക് ഓക്കേ എടാ അല്ലേ? ഇതിലെന്താടാ ഉള്ളത്? വാടാ. ശരിയല്ലേ, നീ നിന്റെ അഡ്രസ് ഒന്ന് അയച്ചേക്കേ. ആ. ഞാൻ ഒരു ഓട്ടോ പിടിച്ചങ്ങ് വന്നേക്കാം. നീ ബസ് സ്റ്റാൻഡ് വന്ന് ഇറങ്ങിയിട്ടേ എന്നെ വിളിച്ചാൽ മതി. ഞാൻ തന്നെ നിന്നെ അവിടെ വന്ന് പിക്കപ്പ് ചെയ്തോളാം. പിന്നെ അളിയാ, ഞാനൊരു പ്രധാനപ്പെട്ട കാര്യത്തിനാ വരുന്നത്. നീ എന്റെ കൂടെ ഒന്ന് ഹെൽപ്പ് ചെയ്യണേ. ആ ശരിയടാ, നോക്കാമേ. അപ്പൊ ഓക്കെ അളിയാ, വെക്കുകയാണേ. ഉം. നമുക്ക് നാളെ കാണാം. ആരാ ഏട്ടാ ഇപ്പൊ വിളിച്ചത്? എൻ്റെ ഫ്രണ്ട് രഘുവാ. ഉം. നാളെ നാട്ടിൽ നിന്നേ കൊച്ചിയിലേക്ക് വരും അത്ര. ഓ. മാക്സിമം നമ്മുടെ വീട്ടിലാണ് താമസിക്കുക. ഓ ശരി ഏട്ടാ. രാവിലെ കഴിക്കാൻ എന്താ ഉണ്ടാക്കണ്ടേ? നിനക്ക് ഇഷ്ടമുള്ളത് ഉണ്ടാക്കിയോ കവിതേ? നീ എന്തുണ്ടാക്കിയാലും എനിക്ക് ഓക്കെയാണ്. ഉം. ഏട്ടാ ഉം? വീട്ടു ചെലവിന് എന്റെ കയ്യില് ഒട്ടും കാശില്ല. കുറച്ച് സമയം എന്താ, ഞാൻ ഇങ്ങനെ റെഡിയാക്കാന്നേ. സാധനങ്ങളെല്ലാം തീർന്നിരിക്കുക. ഞാൻ എന്തൊക്കെ സാധനങ്ങളാ വേണ്ടെന്നുള്ള ലിസ്റ്റ് തരാം, അത് മാത്രം ഒന്ന് പോയി വാങ്ങിച്ചുകൊണ്ട് തരുമോ? ഷെടി, എൻ്റെ കയ്യിലിപ്പോൾ ഒറ്റ പൈസ പോലും ഇല്ല. ഒരു 2 ദിവസം വെയിറ്റ് ചെയ്യേ, ഞാൻ നിനക്ക് എങ്ങനെയും റെഡിയാക്കി തരാം. എപ്പോ ചോദിച്ചാലും ഇത് തന്നെ പറഞ്ഞാലെങ്ങനാ? വീട്ടിലെ സാധനങ്ങൾ ഒന്നുമില്ല. അത് മാത്രമല്ല, നാളെ നിങ്ങളുടെ ഫ്രണ്ട് നാട്ടിൽ നിന്ന് വരുന്നില്ലേ? എന്ത് പറയാനാ, എല്ലാം എന്റെ തലയിലെഴുത്താ. ശ്ശേ. ഉം. ശരി, എനിക്ക് പുറത്ത് ജോലിയുണ്ട്, പോയിട്ട് വന്നേക്കാം. ഹലോ. ഹലോ. ആ പറയടി ദീപേ. എടി കവിതേ, നിന്നോടൊരു കാര്യം പറയാനാടി വിളിച്ചത്. ഉം? നമ്മുടെ ഫ്രണ്ട്സ് എല്ലാരും കൂടി ഈ ആഴ്ച ഒരു ടൂർ പ്ലാൻ ചെയ്തിട്ടുണ്ട്. നീയും വരുന്നെന്ന് ചോദിക്കാൻ വേണ്ടിട്ടാ ഞാൻ വിളിച്ചത്. ടൂറാ? അതേടി, ഇങ്ങോട്ടാ പോകുന്ന എല്ലാരും? എത്രയാടി ബഡ്ജറ്റ്? കൊടൈക്കനാലിലേക്കാ പോന്നെ. ഫുഡ്, താമസം എല്ലാം കൂട്ടി ഒരു 5000 രൂപ വരുവടി. നല്ല രസമായിരിക്കും, നീ ഉറപ്പായിട്ടും വരണം. എന്തു പറ്റിയടി, എന്താ ഒന്നും മിണ്ടാത്തെ? 5000 ആവോ? വേണ്ടടി ദീപേ, 5000 ആവുമെങ്കിൽ ഏട്ടനോട് വേണം ചോദിക്കാൻ. ഏട്ടന്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ തരുമെന്ന് തോന്നുന്നില്ല. നിങ്ങൾ പോയിട്ട് വാടി. ശരിയടി, നിന്റെ ഇഷ്ടം. ഉം.
ആ പറഞ്ഞോ. ഉച്ചയ്ക്ക് ഭക്ഷണം എന്താ ഉണ്ടാക്കുന്നത്? സാമ്പാർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. സാമ്പാർ? എന്റെ ഫ്രണ്ടിനെ അറിഞ്ഞ ആളെ ഹോട്ടൽ തുടങ്ങിയിട്ടുണ്ട്. അവൻ വിളിക്കണ്ട, ഞാൻ പോയിട്ട് വന്നേക്കാവേ. നിനക്ക് വേണ്ടത് നീ ഉണ്ടാക്കി കഴിച്ചോ. ഞാൻ വരാനേ കുറച്ച് സമയം വൈകും, അതുകൊണ്ട് നീ കഴിച്ചോ. ആ ശരി ഏട്ടാ. ആ വെച്ചേക്കാം. ഉം. ഉം. എടി കവിതേ, ഉം? എടി നീ എന്താടി ഉച്ചയ്ക്ക് കഴിക്കേണ്ട ഭക്ഷണം ഇപ്പം ഇരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നേ? സമയം 5 മണിയായില്ലേ? ഭക്ഷണം ഉണ്ടാക്കി തീർക്കാൻ തന്നെ 4 മണിയായി ഏട്ടാ. ആണോ? ഉം. അല്ല, എന്താ പറ്റിയേ? എന്താ വൈകിയത്? രാവിലെ ഗ്യാസ് കാലിയായെന്ന് ഞാൻ പറഞ്ഞില്ലേ, ഉം. അതുകൊണ്ട് ഇൻഡക്ഷൻ സ്റ്റൗവിലാണ് കുക്ക് ചെയ്തത്. ചോറ് മാത്രമേ വെച്ചുള്ളൂ. അപ്പോഴേക്കും കറണ്ട് പോയി. 2 മണിക്കൂർ കഴിഞ്ഞ് ഇപ്പോഴാ കറണ്ട് വന്നേ. അതുകൊണ്ടാ ഇത്രയും ലേറ്റ് ആയത്. ഓ, ഉം. നിങ്ങൾ ഉച്ചയ്ക്ക് എന്താ കഴിച്ചത്? നിങ്ങളുടെ ഫ്രണ്ട് എന്താ വാങ്ങി തന്നെ? മട്ടൻ ബിരിയാണി. ഇവിടെ അടുത്തേ അവൻ്റെ ഫ്രണ്ട് ഹോട്ടൽ തുടങ്ങിയിരിക്കുക. അവിടെ പോയാൽ കഴിച്ചത്. നല്ല രസമുണ്ടായിരുന്നു. എന്തു പറയാനാ, നിങ്ങൾക്കെങ്കിലും അവിടെ നല്ല ഫുഡ് കിട്ടിയല്ലോ. എന്റെ കാര്യം കണ്ടില്ലേ, വെറും ഒരു സാമ്പാറും ചോറും വെക്കാൻ തന്നെ 2 മണിക്കൂർ എടുത്തു. ആ രഘു, പറയടാ, ബസ് കയറിയോ? ആളിയാ ഇപ്പോഴാ ബസ്സിൽ കയറിയിരുന്നേ. കുറച്ച് സമയത്തുള്ളിൽ വണ്ടി എടുക്കുന്ന തോന്നുന്നേ. നാളെ നേരം വെളുക്കുമ്പോഴേക്കും ഞാൻ അവിടെ എത്തിയിരിക്കളിയാ. സൂപ്പർ അളിയാ. ഡാ അളിയാ, നീ ഒന്നുകൊണ്ടും ടെൻഷൻ ആവണ്ട. നീ രാവിലെ ബസ് സ്റ്റാൻഡിലേക്ക് എത്തുമ്പോഴത്തേക്കും ഞാൻ അവിടെ ഉണ്ടാവും. അവിടെ ഞാൻ നിന്നെ പിക്ക് ചെയ്തോളാം. ഓക്കെ അല്ലേ? ഓക്കേടാ. ശരി, നോക്കി വാട്ടോ. ശരി അളിയാ, ബൈ. രഘുവാ വിളിച്ചത്. ഉം. നാട്ടിൽ നിന്ന് ബസ് കയറിയത്രേ. നാളെ രാവിലെ കൊച്ചി റീച്ച് ആവുമെന്ന്. ഓ ആണോ? അത് ശരി. നാളെ രാവിലെ നേരത്തെ എഴുന്നേറ്റ് കഴിക്കാനുള്ളതൊക്കെ ഉണ്ടാക്കാം. നിങ്ങളുടെ ഫ്രണ്ട് ആദ്യമായിട്ടല്ലേ ഇങ്ങോട്ട് വരുന്നേ. കാര്യങ്ങളൊക്കെ നന്നായി നോക്കണം. താങ്ക്സ് കവിത. വാടാ. കവിതേ, കവിതേ, കവിതേ. ദാ വരുന്നു. ഇവനാ രഘു, ആഹാ. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാ. ഞാൻ എപ്പോഴും നിന്നോട് പറയാറില്ലേ, ഉം. ഇവൻ നമ്മുടെ വീട്ടിലേക്ക് ആദ്യമായിട്ടാ. അതെ, നിങ്ങളെ കുറിച്ച് ഏട്ടൻ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. എന്താ ഇവിടെ തന്നെ നിന്ന് കേറി വാ. താങ്ക്സ്. നിങ്ങളെ കണ്ടതിൽ എനിക്ക് ഒരുപാട് സന്തോഷമാണ്. ശരി അളിയ, നല്ല യാത്രക്ഷീണം ഉണ്ടാവും. നീ ആ റൂം പോയിട്ട് ഫ്രഷപ്പ് ആയിട്ട് വാ. നമുക്ക് ഒരുമിച്ച് ടിഫൻ കഴിക്കാം. ഓക്കെ അല്ലേ? അതെ കവിതേ, ഉം? രഘു വരുമ്പോഴേ നല്ല വിശപ്പുണ്ടെന്ന് പറഞ്ഞിരുന്നു. ടിഫിൻ എന്തെങ്കിലും ചെയ്തിരുന്നെങ്കിലേ പെട്ടെന്ന് എടുത്തു വയ്ക്കി, വേഗം കഴിക്കാം. അയ്യോ, ഞാൻ നിങ്ങളോട് ഇന്നലെ പറഞ്ഞതല്ലേ, നമ്മുടെ വീട്ടിൽ കുക്ക് ചെയ്യാൻ സാധനങ്ങളൊന്നുമില്ല, എല്ലാം വാങ്ങണം. രാവിലെ കടയിൽ പോയി വാങ്ങാന്ന് വിചാരിച്ചതാ, അപ്പോഴേക്കും നിങ്ങൾ രണ്ടുപേരും വന്നു. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? അവൻ വരുമ്പോഴേ നല്ല വിശപ്പുണ്ടെന്ന് പറഞ്ഞാണല്ലോ. ഇപ്പോൾ കഴിക്കാനൊന്നുമില്ലെങ്കിൽ അവൻ എന്ത് വിചാരിക്കുമോ? നീ ഒരു കാര്യം ചെയ്യേ, വീട്ടിലോട്ട് വെച്ച് എന്തെങ്കിലും പെട്ടെന്ന് ഉണ്ടാക്കുക, നമുക്ക് കഴിക്കാം. ആ ശരിയേട്ടാ, വീട്ടിലിപ്പോ റവ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് വേണമെങ്കിൽ ഉപ്പുമാവ് ഉണ്ടാക്കി തരാം. ഇപ്പൊ അതല്ലാതെ വേറെ ഒരു വഴിയുമില്ല. അതെ, അത് മതിന്നേ. അതുകൊണ്ട് നീ പെട്ടെന്ന് ഉപ്മാവ് ഉണ്ടാക്കിയേ. ഞാൻ അവനെ എന്തെങ്കിലും ചെയ്ത് മാനേജ് ചെയ്തോളാം. എന്താ?
മതി മതി മതി. മതി മതി. ഉം. ഡാ നല്ലോണം കഴിക്കേ. എൻ്റെ വൈഫ് ഉണ്ടാക്കുന്ന നല്ല ടേസ്റ്റ് ഉണ്ടാവും അവിടെ. ഉം. ആ മതി. ആ മതി മതി. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. സത്യം പറയുകയാണെങ്കിൽ ഈ ഉപ്പുമാവ് എനിക്ക് ശരിക്കും അമൃത് പോലെയാ തോന്നുന്നത്. ശരിക്കും പറഞ്ഞാൽ നല്ല അടിപൊളി ടേസ്റ്റാ. ആണോ? ഉം. നിങ്ങക്ക് വിശക്കുമല്ലോന്ന് ഓർത്താ പെട്ടെന്ന് ഉപ്പുമാവ് ഉണ്ടാക്കിയത്. ഉച്ചയ്ക്ക് ലഞ്ചിന് സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാം. ഉം. 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 ഡാലിയ, ഈ ഉപ്മാവ് ഇഷ്ടമില്ലാത്തവർ പോലും ഇതിൻ്റെ വൈഫ് ഉണ്ടാക്കിയ 2-3 പ്രാവശ്യം കഴിക്കും. ഉം. നീ കഴിക്കടാ. ഉം. എന്താ അളിയ പെട്ടെന്ന് കൊച്ചിയിലേക്ക് ഒരു വരവ്? എന്താ കാര്യം? ഫോണിനോട് ചോദിച്ചപ്പോഴൊന്നും പറഞ്ഞില്ലല്ലോ നീ. എന്താ കാര്യം? അത് വേറൊന്നും അല്ലളിയാ. സെക്കൻഡ് ഹാൻഡിൽ ഒരു കാർ വാങ്ങാമെന്ന് കരുതി. നമ്മുടെ നാട്ടിലേക്കാളും ഇവിടെ കളക്ഷൻസ് കൂടുതലാണെന്ന് ഞാൻ കേട്ടു. അതുകൊണ്ട് ഇങ്ങോട്ട് വന്നേ. സൂപ്പർ അളിയ. കാറ് വാങ്ങണമെന്ന് വിചാരിച്ചതൊക്കെ നല്ല കാര്യം തന്നെയാണ്. അതിരിക്കട്ടെ, നിന്റെ ബഡ്ജറ്റ് എന്നാണ്? നിന്റെ കയ്യിലിപ്പോൾ എത്ര കാശുണ്ട്? ഒരു 3 ലക്ഷം റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ആ ബഡ്ജറ്റിൽ നല്ല കാറൊക്കെ കിട്ടൂല്ലോ അല്ലേ? നീ എന്താ ഇങ്ങനെ പറഞ്ഞത്? ഡാ 3 ലക്ഷത്തിലെ നല്ല കണ്ടീഷനുള്ള കാർ തന്നെ വാങ്ങണം നമുക്ക്. നീ ഇപ്പം എന്തിനാ ടെൻഷനാവുന്നേ? നമുക്കെല്ലാം നോക്കാന്നേ. നീ ഏക്കുകയാണെങ്കിൽ അതൊക്കെ നല്ല രീതിയിൽ തന്നെ നടക്കും. ശരി അളിയ, നിന്നെ കാണാൻ നല്ല ക്ഷീണമുണ്ട്. നീ ചെന്ന് റെസ്റ്റ് എടുക്ക്. നമുക്ക് 2 പേർക്ക് 4 മണിക്ക് പുറത്ത് പോയിട്ടേ, ഇവിടെ അടുത്ത് എനിക്കറിഞ്ഞേ ഒരു കാറിൻ്റെ ഡീലറുണ്ട്. നമുക്കവിടെ ചെന്നേ വേണ്ട കാർ നോക്കിയിട്ട് വരാം. നമ്മളിവിടെ പോകുമ്പോൾ ഒരു മെക്കാനിക്കും കൂടി ഉണ്ടെങ്കിൽ നന്നായിരുന്നു. ഡാ നീ എനിക്കത് പറഞ്ഞു തരേണ്ട യാതൊരു ആവശ്യമില്ല. ഇവിടെ അടുത്തേ എനിക്കറിഞ്ഞ നല്ല എക്സ്പീരിയൻസ് ഉള്ള മെക്കാനിക്കുണ്ട്. നമ്മൾ പോകുമ്പോഴേ അങ്ങേരെയും കൂട്ടിക്കൊണ്ട് പോയേക്കാം. നിന്നെ കാണുമ്പോൾ എനിക്ക് നല്ല ക്ഷീണം തോന്നുന്നുണ്ട്. ഉം. നീ ആദ്യം ചെന്ന് റെസ്റ്റ് എടുക്കുക. നമുക്ക് പിന്നീട് സംസാരിക്കാം. ഓക്കെ അല്ലേ? ശരിയടാ. എന്താ കാര്യം? നിങ്ങളുടെ ഫ്രണ്ട് എന്തിനാ ഇപ്പൊ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്നത്? നിങ്ങളോട് എന്തെങ്കിലും പറഞ്ഞോ? അത് അത്രയ്ക്ക് വലിയ കാര്യമൊന്നുമല്ലെന്നേ. ഉം. അവൻ സെക്കൻഡ് ഹാൻഡിലേ ഇവിടെ ഒരു കാറ് വാങ്ങാൻ വേണ്ടി വന്നിരിക്കുകയാണ്. കാറോ? അത്രയും കാശുകാരനാണോ? അവനെ 3 ലക്ഷം എടുത്തോണ്ട് വന്ന കാര്യവേ എന്നോട് പറഞ്ഞു. എന്ത് 3 ലക്ഷം രൂപയോ? ആ നിങ്ങൾ ഈ പറയുന്നത് സത്യമാണോ? ഉം. നമ്മുടെ കയ്യിലും അത്രയും കാശുണ്ടെങ്കിൽ സന്തോഷമായിട്ട് ജീവിക്കാം. നമുക്ക് എങ്ങനെയെങ്കിലും അയാളുടെ കയ്യിൽ നിന്ന് 3 ലക്ഷം അടിച്ചു മാറ്റിയാലോ? സൂപ്പർ ഐഡിയ. ആ 3 ലക്ഷം രൂപയില്ലേ ഞാൻ അടിച്ചു മാറ്റാൻ തീരുമാനിച്ചിട്ടുണ്ടെന്നേ. ഉം. നമ്മുടെ രണ്ടുപേരുടെയും മനസ്സും ഒരേപോലെയാണോ ചിന്തിക്കുന്നത്? പിന്നെന്താ മടിക്കുന്നേ? നന്നായി ആലോചിച്ച് അയാളുടെ കയ്യിൽ നിന്ന് അയാൾക്ക് സംശയം വരാത്ത രീതിയിൽ അടിച്ചു മാറ്റിയേക്ക്. അത് അടിച്ചു മാറ്റുന്നത് അത്രയ്ക്ക് വലിയ കാര്യമൊന്നുമല്ല. പക്ഷെ അവൻ നമ്മളെ വിശ്വസിച്ചാണ് ഇവിടം വരെ വന്നിരിക്കുന്നത്. അതകത്ത് എന്തോ ഒരു വിഷമം പോലെ. അതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് ലൈഫിൽ സെറ്റിലാവാൻ പറ്റില്ലല്ലോ. പ്ലാൻ ചെയ്യാന്നേ. കവിതേ, കവിതേ. ആ, നിങ്ങൾ രണ്ടുപേരും വന്നോ? നല്ല തലവേനുണ്ടോ? ചായ എടുത്തോണ്ട് വരുമോ? ആ, അതാ വരുന്നു. ചായ എടുത്തോളൂ. എടുത്തോ. എന്തു പറ്റി? കാറൊക്കെ പോയി കണ്ടോ നിങ്ങള്? ഏതേലും കാർ വാങ്ങിച്ചോ ഇല്ലയോ?
ഇന്ന് നമുക്കറിഞ്ഞൊരു ഡീലറിനെ പോയി കണ്ടിരുന്നു. ഉം, അങ്ങയുടെ അടുത്ത് ഒരുപാട് കാർസൊക്കെ ഉണ്ട്, ഉം, പക്ഷേ ഒരു കാറ് പോലും നല്ല കണ്ടീഷനിലില്ല. ഉം. ശരി, നാളെ രാവിലെ ചെന്ന് നല്ല ഡീലറിനെ കാണാമെന്ന് വെച്ച് പുറപ്പെട്ടു വന്നു. ഓ അതെയോ? എന്താ രഘു, ഞാൻ പറഞ്ഞത് ശരിയല്ലേ? ധൃതി പിടിച്ച് ഏതോ ഒരു കാറ് വാങ്ങിക്കരുത്. 4 സ്ഥലം കയറി ഇറങ്ങിയിട്ടെങ്കിലും അവർക്ക് നല്ല കാറ് വാങ്ങിച്ചേരാം ഞാൻ. ഓക്കെ അല്ലേ? അങ്ങനെ തന്നെ ചെയ്യാടാ. നീ പറഞ്ഞാൽ അതായിരിക്കും കറക്റ്റ്. ശരി അളിയാ, നിന്നെ കണ്ടാലും നല്ല ക്ഷീണം തോന്നുന്നുണ്ട്. നീ ചെന്ന് റെസ്റ്റ് എടുക്കുക. ബാക്കി നമുക്ക് നാളെ സംസാരിക്കാം. ഓക്കെ അല്ലേ? ശരിടാ. ഉം. എന്താ ഏട്ടാ നിങ്ങള് നാളെ നിങ്ങളുടെ ഫ്രണ്ടിനെ കൂട്ടിക്കൊണ്ടുപോയി ശരിക്കും കാർ മേടിച്ചു കൊടുക്കാൻ പോവാ? ഷുട്ടി, നിനക്ക് എന്താടി പറ്റിയത്? അവനോട് ജസ്റ്റ് വെറുതെ ഒന്ന് പറഞ്ഞിട്ടേ ഉള്ളൂ. ഞാനങ്ങനെ പറഞ്ഞാലല്ലേ അവന് നമ്മളോട് യാതൊരു സംശയവും വരാതിരിക്കും. ശരി, ആ 3 ലക്ഷം രൂപയും എങ്ങനെയാ അടിച്ചു മാറ്റിയെന്ന് പ്ലാൻ വല്ലതും ചെയ്തിട്ടുണ്ടോ? എന്റെ കയ്യിൽ ഒരു ഐഡിയ ഉണ്ട്, ഞാൻ പറയട്ടെ. എടി, എന്ത് ഐഡിയ ആണത്? നാളെ കാറ് വാങ്ങാൻ നിങ്ങൾ അയാളെ കൂട്ടിക്കൊണ്ട് പോവില്ലേ? ഉം. പോകുന്ന വഴിയില് ആ ബാഗ് എടുത്തു വെച്ചിട്ട് കാണാതായിന്ന് പറഞ്ഞേക്ക്. അയാള് ചോദിച്ചാ ആരെങ്കിലും മോഷ്ടിച്ചെന്ന് പറഞ്ഞ് നമുക്ക് തടി തപ്പാം. ഡീ വേണ്ടേ, അതൊക്കെ ഭയങ്കര റിസ്ക്കാ. അവൻ പെട്ടെന്ന് പോലീസിൻ്റെ അടുത്തേക്ക് വല്ലതും പോയാലുണ്ടല്ലോ, ഏറ്റവും വലിയ പ്രശ്നം നമുക്കാണ്. എൻ്റെ അടുത്തേ നല്ലൊരു അടിപൊളി പ്ലാനുണ്ട്. നീ മാത്രം അത് പെർഫെക്റ്റ് ആയിട്ട് ചെയ്താലുണ്ടല്ലോ, നമുക്ക് ആ കാശ് അടിച്ചു മാറ്റിയേക്കാം. എന്തു പറയുന്നു? മനസ്സിലാവുന്നുണ്ട് ഏട്ടാ. നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞാനത് കൃത്യമായിട്ട് ചെയ്ത് തീർത്തേക്കാം. ഡാ അളിയാ, എടാ കടന്നോടാ. ഞാൻ മാർക്കറ്റ് വരെ പോയിട്ടേ മട്ടന് വാങ്ങിച്ചു വന്നേക്കാവേ. ആ. നീ റെസ്റ്റ് എടുത്തോ. ഓക്കെ അല്ലേ? ആ ശരിടാ, നീ പോയിട്ട് പെട്ടെന്ന് വരണേ. ശരി, പോയിട്ട് വന്നേക്കാവേ. ഉം. കവിതേ, ഞാൻ വീട്ടിലേക്ക് മട്ടന് വാങ്ങാനേ മാർക്കറ്റ് വരെ പോയിട്ട് വന്നേക്കാവേ. വരാൻ കുറച്ച് സമയമാകും കേട്ടോ. അപ്പോഴത്തേക്കും നിന്റെ കളി തുടങ്ങിയേക്ക്. ഓക്കെ അല്ലേ? ശരി ഏട്ടാ, എല്ലാം ഞാൻ നോക്കിക്കോളാം, നിങ്ങൾ പോയിക്കോ. ശരി എൻ്റെ പൊന്നുമുത്തേ. അതെ, ദാ ജ്യൂസ് കുടിക്കൂ. ഉം. എന്തു പറ്റി? വന്നപ്പോ മുതല് മുറിയിൽ തന്നെയാണല്ലോ. നിങ്ങൾക്ക് ബോറടിക്കില്ലേ? അതുകൊണ്ടൊന്നുമല്ല, ഞാൻ ചുമ്മാ ഒന്ന് കിടന്നേ ഉള്ളൂ. ഉം. കുമാർ വരാനായിട്ട് ഒരുപാട് സമയം എടുക്കും അല്ലേ? നിങ്ങളുടെ ഫ്രണ്ട് മട്ടൻ വാങ്ങാൻ വേണ്ടി പോയിരിക്കുക. തിരിച്ചു വരാൻ വേണ്ടി കുറഞ്ഞത് 1 മണിക്കൂറെങ്കിലും എടുക്കും. ഏട്ടൻ എപ്പം നോക്കിയാലും ഫ്രണ്ട്സിന്റെ കൂടെ പുറത്ത് കറങ്ങാനാ ഇഷ്ടം. ഈ വീടിനോടോ എന്നോടോ യാതൊരു ശ്രദ്ധയില്ല ഏട്ടന്. ചോദിക്കുന്നുണ്ട്, തെറ്റിദ്ധരിക്കരുത്. നിങ്ങൾക്ക് രണ്ടുപേർക്കിടയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? പ്രശ്നമുണ്ടെന്ന് പറയുന്നതിലും നല്ലത് വെറുപ്പുണ്ടെന്ന് പറയുന്നതാ. എന്റെ മനസ്സിൽ ആഗ്രഹങ്ങൾ ഉണ്ടാവില്ലേ? എന്റെ മനസ്സേട്ടൻ മനസ്സിലാക്കാറേ ഇല്ല. പക്ഷേ നിങ്ങളെ കണ്ടിട്ട് നല്ല സ്മാർട്ടാ. പെണ്ണുങ്ങളുടെ മനസ്സ് ശരിക്കും മനസ്സിലാക്കുന്ന ആളാന്ന് തോന്നുന്നുണ്ട്. അങ്ങനെയൊന്നുമില്ല, ഞാൻ വെറുതെ. ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്ക്.
നിങ്ങളോട് കുറച്ചു നേരം സംസാരിച്ചപ്പോഴേ മനസ്സിനെന്തോ നല്ല സമാധാനം. ഏട്ടൻ തിരിച്ചു വരാൻ എങ്ങനെയായാലും ലേറ്റ് ആവും. ഈ സമയം നമുക്ക് രണ്ടുപേർക്കും ഹാപ്പി ആയിട്ട് സ്പെൻഡ് ചെയ്തൂടെ? നിങ്ങൾ പറഞ്ഞു വരുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ ഈ കാര്യം പുറത്തെങ്ങനെ അറിഞ്ഞാൽ നിങ്ങൾ വിഷമിക്കണ്ട. ഇത് നമ്മൾ രണ്ടുപേരും മാത്രം അറിയുന്ന രഹസ്യമായിരിക്കും. ഇത് പുറത്തറിയാൻ യാതൊരു ചാൻസും ഇല്ല. നിങ്ങൾ അതോർത്ത് വിഷമിക്കേ വേണ്ട. എൻ്റെ ദൈവമേ, ഈ കുമാറിന് ഇത്രയും സുന്ദരിയായ ഒരു പെണ്ണെ കിട്ടിയിട്ടും ഇവള് നന്നായിന്ന് കൈകാര്യം ചെയ്യാൻ അറിയാതെ പോയല്ലോ അവന്. ഇവള് തന്നെ ഇങ്ങോട്ട് വന്നിട്ട് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഞാനെന്തിനാ പേടിക്കുന്നത്? നാട്ടിൽ നിന്ന് ഒരുപാട് ആഗ്രഹങ്ങളോടെയാണ് ഇങ്ങോട്ട് വന്നത്. പക്ഷേ ഇത് ഞാൻ വിചാരിക്കാത്തൊരു സർപ്രൈസ് ആയി പോയല്ലോ. എങ്ങനെയൊക്കെയാണെങ്കിലും ഈ കാര്യം ഒരാളും പുറത്തറിയാൻ പോകുന്നില്ല. എന്തിനു കിട്ടിയ ചാൻസ് വെറുതെ പാഴാക്കുന്ന? ഒരു പ്രാവശ്യമെങ്കിൽ ഒരു പ്രാവശ്യം ഇവള് സന്തോഷമായിട്ടൊന്ന് അനുഭവിക്കണം. നീ എന്താ ഈ കാണിക്കുന്നേ? എടാ, ഞാനൊന്നും ചെയ്തിട്ടില്ല. ഞങ്ങൾ വെറുതെ സംസാരിച്ചിരിക്കായിരുന്നു, അല്ല ഒന്നുമില്ല. ഞാൻ നിന്നെ വിശ്വാസമില്ല വീടിന്റെ അകത്തേക്ക് വിട്ടത്. അതിന് നീ ഇങ്ങനെയൊക്കെ ചെയ്യോ? നിന്നെ എന്റെ ഫ്രണ്ടാണെന്ന് വിചാരിച്ചു ഈ വീടിന്റെ അകത്ത് വിട്ടാനും നീ എന്റെ ജീവിതത്തിൽ കയറി കളിച്ചല്ലോടാ. എടാ, അങ്ങനൊന്നും സംഭവിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞ കേക്ക്. എടാ, ഞാൻ നിന്നെ നല്ലവനാണെന്ന് വിചാരിച്ചല്ലോടാ. എടാ, ഇങ്ങനൊന്നും പറയല്ലേ. നിന്നെ വിശ്വസിച്ച് എന്നെ വേണം പറയാൻ. സുരടാ, ഞാൻ അറിയാതെ പറ്റിപ്പോയതാ. നിനക്ക് സോറി പറയാൻ പോലും അർഹതയില്ലടാ. ഒരു ഫ്രണ്ട് അവന്റെ ഫ്രണ്ടിന്റെ വൈഫിനോട് തെറ്റായി പെരുമാറാൻ ശ്രമിച്ചാൽ ആരും തന്നെ ക്ഷമിക്കില്ലടാ. നിനക്ക് വെറുതെ വിടാൻ പാടില്ല. നിനക്ക് ഞാൻ ഇപ്പൊ തന്നെ പോലീസിനെ വിളിക്കാം. പറ്റില്ലടാ. ഞാൻ പ്ലീസ് ചെയ്യല്ലേ. എടാ, പോലീസിനെ വിളിക്കല്ലേ പ്ലീസ്. എടാ, എന്റെ മാനം പോകൂടാ. ദയവേദിന് പോലീസിനെ വിളിക്കല്ലേ. നാണോ മാനോ? നിനക്ക് മാത്രമേ ഉള്ളൂ ഈ നാണോ മാനോ ഒക്കെ. എനിക്കില്ലല്ലോ. ഈ കാര്യം നാട്ടുകാരറിഞ്ഞാൽ എന്നെ കുറിച്ച് എന്താ പറയാ നീ ഓർത്തോ? എനിക്ക് തലവരത്ത് നടക്കാൻ പറ്റുമോ അവിടെ? ഇല്ലടാ, നിന്നെ പറയുന്ന ആളുകൾക്ക് പുറത്തുണ്ടാകാൻ പാടിടാ. നീ ചെയ്യിപ്പിക്കും, അതാണ് ശരി. നീ വിളിക്കില്ലേ. എടാ, വേണ്ടടാ. ഈ കാര്യം എങ്ങനെ എന്റെ ഭാര്യ അറിഞ്ഞാൽ അവൾ എന്നെ വിട്ടിട്ട് പോകൂടാ. അങ്ങനെ എങ്ങനെ സംഭവിച്ചാ ഞാൻ പിന്നെ ആത്മഹത്യ ചെയ്യേ വഴിയുള്ളൂ. ദയവേത് നീ എന്നോട് ക്ഷമിക്കേ പ്ലീസ് ഡാ. ഇല്ലടാ, നിന്നെ പറയുന്ന ആളുകൾക്ക് ക്ഷമിക്കാൻ പോലും പാടില്ല. എടാ അളിയ, പ്ലീസ്, ഞാൻ പറയുന്നത് കേൾക്കടാ. ദയവേത് നീ എന്നോട് ക്ഷമിക്കേ. നിന്റെ കാല് പിടിച്ച് ഞാൻ മാപ്പി ചോദിക്കാം ഡാ. നീ എന്ത് ചോദിച്ചാലും ഞാൻ തരാവടാ. പ്ലീസ്, നീ എന്നോട് ക്ഷമിക്കേ. അപ്പൊ നീ എന്ത് വെച്ചാലും തരുമോ? തരാവടാ. ശരിയായി നിൽക്കുക. ഇവിടെ നടന്ന കാര്യമൊക്കെ എൻ്റെ ഭാര്യയ്ക്കും ശരി പോലീസിനും അറിയാൻ പാടില്ലെങ്കിൽ ആ 3 ലക്ഷം എൻ്റെ കയ്യിൽ തന്നേക്ക്. എടാ കുമാറേ. എന്ത് കുമാറെന്നോ? ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ വൈഫാണെന്ന് പോലും നോക്കാതെ അവളുടെ കൂടെ തെറ്റായി പെരുമാറിയിട്ട് ഇപ്പം നല്ലവനെ പോലെ അഭിനയിക്കണോ നീ? ഇതൊക്കെ നീ പോലീസിൻ്റെ അടുത്ത് പോകാൻ പോവാണോ അല്ലെങ്കിൽ കാശ് തരുമോ? നീ എന്നെ ഡിസൈഡ് ചെയ്തോ? എടാ കുമാരേ, പ്ലീസ്. നീ എത്ര പറഞ്ഞാലും ശരി, ഞാൻ നിന്നെ ഈ കാര്യത്തിൽ വിടാൻ പോകുന്നില്ല. നീ ആ കാശ് കൊടുത്തിട്ട് മര്യാദയ്ക്ക് ഇറങ്ങിപ്പോ. എന്താ ആലോചിച്ചോണ്ടിരിക്കുന്നേ? കാശ് എടുത്ത് കൊടുക്കേ. നീ ഇതൊന്നും ശരിയാവത്തില്ല. വേണ്ട വേണ്ട വേണ്ട, ഞാൻ തരാം. എടുത്തിട്ട് വാ. വേഗം വാടാ. നിന്നെ എന്റെ കൺമുമ്പിൽ പോലും കണ്ടുപോകരുത്. ഇറങ്ങി പോടാ പുറത്ത്. നീ പെട്ടെന്ന് കേറി വന്നതും എല്ലാം കുളവാക്കുമെന്ന് എനിക്ക് പേടിയായി. പക്ഷെ ശരിക്കാ സംസാരിച്ചേ. എന്റെ പ്ലാൻ ഞാൻ എന്നെ കൊളാക്കുക. ഞാൻ പറഞ്ഞ പോലെ നടന്ന് കണ്ടില്ലേ?
നീ എന്റെ കൂടെ ഉള്ളപ്പോഴേ ഇതൊന്നും എനിക്കൊരു വിഷയമല്ലെന്നേ. വേഗം കാശെടുക്ക് നോക്കട്ടെ. ദേ ഇവിടെ തുറന്നു നോക്ക്. ഇവിടെ ഉണ്ട്. എത്ര കാശാ. എൻ്റെ അമ്മോ. ആ, എന്ത് മണം. ആളെ തന്നെ മയക്കിക്കളയും.